CMRL മാസപ്പടി വിവാദത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എക്സാലോജിക് CMRL ഇടപാട് ED വിശദമായി പരിശോധിക്കും. CMRL നിന്നും വൻതുക കൈപ്പറ്റിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയേക്കും. CMRL ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായാണ് EDയുടെ നിഗമനം. മാസപ്പടി വിവാദത്തിലെ ED അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ ഒതുങ്ങില്ല. കരിമണൽ കമ്പനിയായി CMRL നിന്നും സാമ്പത്തിക സഹായം കൈപ്പറ്റിയവരിലേക്കും അന്വേഷണം നീളും. രാഷ്ട്രീയ നേതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി പലർക്കും ED അന്വേഷണം കുരുക്കാകും. CMRLും വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷനുമായുള്ള ഇടപാടുകളാണ് ED പ്രധാനമായും പരിശോധിക്കുക. CMRLിലെയും KSIDCയിലെയും ഉദ്യോഗസ്ഥരെ ED ചോദ്യം ചെയ്യും. രേഖകളുടെ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം വീണയെ ചോദ്യം ചെയ്യും. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് EDയുടെ അന്വേഷണം. PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളും CMRൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് പാർട്ടിക്ക് വേണ്ടിയുള്ള സംഭാവനയെന്നായിരുന്നു വിശദീകരണം. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രതിമാസം CMRൽ നിന്നും പണം കൈപ്പറ്റിയതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. എക്സാലോജിക്കിന്റെ ഇടപാടുകളിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടക്കുന്നത്. CMRൽ നിന്നും എക്സാലോജിക്ക് 1.72 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. ഈ പണത്തിനാവശ്യമായ സർവീസ് CMRലിന് ലഭിച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് എക്സാലോജിക്കിന് ലഭിച്ച പണം കൈക്കൂലിയാണെന്ന ആരോപണമുയർന്നത്. മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. കരിമണൽ കമ്പനിയായി CMRലിനെ മുഖ്യമന്ത്രി സഹായിച്ചെന്ന് തെളിഞ്ഞാൽ അന്വേഷണം CBI ഏറ്റെടുത്തേക്കും. ഈ കാര്യത്തിൽ SFIO റിപ്പോർട്ടും നിർണായകമാകും. റിപ്പോർട്ടർ, കൊച്ചി.